അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളീ പരിപാടി നീ പൊരുത്തപ്പെട്ട സ്വാലിഹ അമലായി ഞങ്ങൾ സ്വീകരിക്കണം റഹ്മാനെ. പരിശുദ്ധ ദീനിന് നിന്റെ പൊരുത്തത്തിലായി വളരെക്കാലം ഖിദ്മത്ത് ചെയ്യാൻ അവസാനം പരിപൂർണ്ണ ഈമാനോടെ മരിച്ച് മഹാന്മാരുടെ ജന്നാത്തുൻ നഈമിൽ നിർമ്മിച്ചൂടാൻ സാധുക്കളായ ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബാദികൾ, ബന്ധുക്കൾ, ഉസ്താദന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സഹായിച്ച, സ്നേഹിച്ചത്, കൊണ്ട് ഉപദേശിച്ച് എല്ലാ സഹോദരന്മാർക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും സാധുക്കളായ ഞങ്ങളെയും കുടുംബത്തെയും നീ കാക്കണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനമുള്ള സയ്യിദ് അവറുകൾ, മറ്റ് സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, മുതഅല്ലിംകൾ, സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, എല്ലാ മാസവും ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ മഹാനായ മഹീൻ ശൈഖ് തങ്ങളെ സ്മരിക്കുകയും അവിടുത്തെ മഹത്വങ്ങൾ പറയുകയും ദുആ ചെയ്യുകയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നാം വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ, അവൻ നമുക്ക് റഹ്മത്ത് ചെയ്യുന്നത് പോലെ വേറെ ഒരു സ്ഥലത്തുനിന്നും നമുക്ക് റഹ്മത്ത് ലഭിക്കുകയില്ല. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് നമ്മൾ ജീവിക്കുമ്പോ ആ റബ്ബ് അവന്റെ റഹ്മത്ത് പരിപൂർണമായി നമുക്ക് നൽകും. അല്ലാഹു സുബ്ഹാനഹു തആലയെ പരിചയപ്പെടാത്തതാണ് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു വീഴ്ച, അല്ലെങ്കിൽ ഒരു നാശം. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു തആല ഏറെ സ്നേഹിച്ച വിഭാഗമാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോ ആ ആദമിനോട് അല്ലാഹു കാണിച്ച സ്നേഹം നോക്ക് നിങ്ങൾ. നമ്മുടെ ഉപ്പാപ്പയാണ് ഈ ആദം നബി അലൈഹിസ്സലാം. ആദം നബിന്റെ മക്കളാണല്ലോ നമ്മൾ. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച സമയത്ത് സത്യത്തിൽ ഭൂമിയിലേക്കാണ് ആദം നബിനെ അല്ലാഹു സൃഷ്ടിച്ചത്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ദീൻ നടപ്പിൽ വരുത്താൻ വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചതാണ്. പക്ഷേ ആദം നബിനെ സൃഷ്ടിച്ചപ്പോ ഇവിടെ ഒറ്റ മനുഷ്യനും ഇല്ലല്ലോ, പിന്നീടല്ലേ മനുഷ്യന്മാരുണ്ടായത്. ഉമ്മയില്ല, ഉപ്പയില്ല, ആരും തന്നെ ഇല്ല. ഒരു ഭാര്യ മാത്രം, അതും ഒരു പുതിയ ഭാര്യ. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾ ഉണ്ടായിട്ടാണ് മനുഷ്യന്മാര് പ്രസവിക്കപ്പെടുന്നത്. ആ ഹവ്വാ ഉമ്മനെയും അല്ലാഹു അങ്ങനെയല്ല സൃഷ്ടിച്ചത്, ആദം നബിന്റെ ഭാര്യയിൽ നിന്നാണ്. അപ്പൊ ഈ രണ്ട് ആളുകളെയും അല്ലാഹു സൃഷ്ടിച്ചപ്പോ അവർക്ക് ഇവിടെ ആരുമില്ല. ഒരു ചെറിയ കുഞ്ഞൻ ഈ ലോകത്തേക്ക് ജനിക്കപ്പെടുകയാണെങ്കിൽ അവന് മുലപ്പാല് നൽകാനും പരിപാലിക്കാനും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മാതാപിതാക്കൾ ഉണ്ടാകും, പലരും ഉണ്ടാകും. ആദം നബിക്ക് ആരുമില്ല.
ആ സമയത്ത് നോക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത പ്രവർത്തനം. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദം നബിയോട് അല്ലാഹു തആല പറഞ്ഞു, ആദമേ, ഭൂമിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. ഒന്ന് പരിചയപ്പെടുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ താമസിച്ചുകൊള്ളുക. സാധാരണ രീതിയിൽ മനുഷ്യന്മാര് അഅ്മാലുകൾ ചെയ്ത് കർമ്മങ്ങൾ നിർവഹിച്ച് അതിന്റെ പ്രതിഫലമെന്നോണമാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാറുള്ളത്. ഫഅമ്മാ മൻ സഖലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിൻ റാദിയ. കൂടുതൽ സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് സ്വർഗമായിരിക്കും. കൂടുതൽ തെറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ ഉമ്മുഹു ഹാവിയ, നരകം. ആദം നബി അലൈഹിസ്സലാമിനെ ആ രീതിയിലല്ല സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. പിന്നെയോ ആദമിനോടുള്ള അല്ലെങ്കിൽ മനുഷ്യ കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ ഭൂമിയിൽ ചെന്നാൽ ആരും നിങ്ങളെ പരിപാലിക്കാനുണ്ടാകൂല, സഹായിക്കാനുണ്ടാകൂല, നിങ്ങൾ അവിടെ വിഷമിച്ചു പോകും. അതുകൊണ്ട് ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ താമസിച്ചു. സ്വർഗം മനുഷ്യൻ ഇച്ഛിച്ചത് മുഴുവനും ആരും തരാതെ തന്നെ കിട്ടുന്നൊരു ലോകമാണ്. എന്താണോ മനസ്സിൽ ഊഹിക്കുന്നത് അത് കിട്ടും സ്വർഗത്തിൽ. ഒരു മനുഷ്യന് ഭക്ഷണം വേണമെന്ന് അവൻ ചിന്തിച്ചാൽ മതി, അവൻ ഭക്ഷണം മുമ്പിലെത്തും. ഏത് ഭക്ഷണം വേണമെന്ന് അവൻ ചിന്തിച്ചാൽ മതി, അത് ലഹും മാ യശാഊൻ, അവർ ഉദ്ദേശിച്ചത് മുഴുവനും അവിടെ കിട്ടും. പിന്നെ ഒരാൾ കൊണ്ടുത്തരേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ലോകമാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. ഇച്ഛിച്ചതൊന്നും തന്നെ കിട്ടാതിരിക്കുകയും ഇല്ല. അപ്പൊ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സ്നേഹിച്ചത് നോക്ക് നിങ്ങൾ. ഇബാദത്ത് കൊണ്ടല്ല കടന്നത്, അതൊക്കെ പിന്നെയാണ്. ആദം നബി അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് അല്ലെങ്കിൽ ഗ്രന്ഥം, അതല്ലെങ്കിൽ നിയമങ്ങൾ, വഹികളൊക്കെ അല്ലാഹു പിന്നീട് നൽകിയതാണ്. അതനുസരിച്ച് ജീവിച്ചപ്പോൾ, പ്രബോധനം ചെയ്തപ്പോൾ, പ്രവർത്തിച്ചപ്പോൾ സ്വർഗം അല്ലാഹു തആല പ്രതിഫലമായി പിന്നെ നൽകുന്നു. ആദ്യം തന്നെ സ്വർഗം കൊടുത്തത് ഈ ആദമിനോടുള്ള ഹവ്വാ ഉമ്മയോടുള്ള സ്നേഹമാണ്. നമ്മൾ ചിന്തിക്കണം, അത്രയും സ്നേഹമുള്ള ഒരു അല്ലാഹുവാണ് നമ്മുടെ അല്ലാഹു. ഇതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന ആരും തന്നെ വേറെ ഇല്ല. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോ മലായികത്തോട് അല്ലാഹു പറഞ്ഞു, നിങ്ങളൊക്കെ ആദമിനെ സുജൂദ് ചെയ്തിട്ടൊന്ന് ബഹുമാനിക്കും. സുജൂദ് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ചെയ്യാൻ പാടില്ല. അല്ലാഹുവിற்கு മാത്രം ചെയ്യുന്ന ആരാധനകളാണ്. ആരാധനകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുജൂദ്. ഒരു വലിയനോ, ഒരു സാലിഹിനോ, ഒരു പണ്ഡിതനോ, ഒരു പ്രവാചകനോ സുജൂദ് ചെയ്യാൻ പാടില്ല. അത് അല്ലാഹു തആലക്ക് മാത്രം ചെയ്യേണ്ടതാണ്. അക്രമമായ യഖൂലുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്. റബ്ബിന്റെ സാമീപ്യം ലഭിക്കാൻ ഏറ്റവും ഉപകരിക്കുന്നതാണ് സുജൂദ് എന്ന് പറയുന്നത്. അത് അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കും ചെയ്യാൻ പാടില്ല, ഹറാമാണ്. ചിലപ്പോ ഇസ്ലാം ഒന്ന് പുറത്തു പോകാനും അത് കാരണമാവും ഈ സുജൂദ് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്താൽ. അല്ലാഹുവിற்கு മാത്രം, അല്ലാഹു തആലക്ക് നിർവഹിക്കുന്ന ആരാധനകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളതും അല്ലെങ്കിൽ ദുആക്ക് ഉത്തരം കിട്ടുന്നതും സുജൂദാണ്. ആ സുജൂദിന്റെ സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് ദിക്ർ ചൊല്ലണം. ദുആമാണ്. ഒരു ദുആണ്. അല്ലാഹുവേ, നീ പരിശുദ്ധനാണ്, സർവസ്തുതിയും നിനക്ക് തന്നെയാണ്. നീ ചെയ്ത അനുഗ്രഹങ്ങളാണ് എന്റെ കയ്യിലുള്ളത് മുഴുവൻ. ഞാൻ നിനക്ക് അതിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് നിന്നോട് ആവശ്യപ്പെടാനുള്ള കാര്യം, അല്ലാഹുമ്മ ഗ്ഫിർലി, എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്.
ഈ ദുആ സുജൂദിൽ വർദ്ധിപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ ഇമാമ് സുജൂദിൽ കിടക്കുന്ന അത്ര സമയം തന്നെ നമ്മൾ കിടക്കാൻ പാടില്ല, അധികം കിടക്കാൻ പാടില്ല. 3 തസ്ബീഹിന്റെ സമയമേ ഇമാമ് സുജൂദിൽ കിടക്കാൻ പാടില്ല. അതിൽ അധികം ഇമാമിന് പറ്റില്ല, മഅ്മൂമിയർക്കും പറ്റൂല. കാരണം ഇമാമും അദ്ദേഹത്തിന്റെ പേരിൽ പലരും മഅ്മൂമികളായി ഉണ്ട്. ആ മഅ്മൂമികൾക്ക് പല ആവശ്യങ്ങളും ഉണ്ടാകും. ബസ്സിന് പോകേണ്ടവരുണ്ടാകും, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും, വേറെയും പല ആവശ്യങ്ങളുമുള്ള ആളുകളുണ്ടാകും. ക്ഷീണിക്കുന്നവരും ബലഹീനരും ഉണ്ടാകും. ചിലപ്പോഴൊക്കെ രോഗികളും വരും. അപ്പൊ നീണ്ട സുജൂദ് അല്ലെങ്കിൽ നീണ്ട നിസ്കാരം നടത്തിയാൽ ആ മഅ്മൂമികൾക്ക് അത് പ്രയാസമാണ്. അതുകൊണ്ട് ഇമാമ് സുജൂദോ അതുപോലത്തെ ഖുർആൻ പാരായണങ്ങളോ നീട്ടാൻ പാടില്ലെന്നാണ് നിയമം. മുആദ് റളിയല്ലാഹു തആല ഒരു ദിവസം ഇമാമത്ത് നിന്നപ്പോ അദ്ദേഹത്തിന് നീട്ടി. ആ ജമാഅത്തിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന മനുഷ്യന്മാർ. അവർക്ക് ഇശാ നിസ്കാരം അത്ര നീട്ടിയപ്പോ പ്രയാസം തോന്നി. അവർ റസൂലുള്ളാഹിയോട് പരാതി പറഞ്ഞു, നമ്മളെ ഇമാമ് നബിയെ വല്ലാതെ നീട്ടുന്നുണ്ട്. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ക്ഷീണിച്ച ആളുകളാണ്. ഭക്ഷണം കഴിച്ചിട്ടാണ് നിസ്കരിക്കാൻ പോകൽ. അറബികളുടെ പതിവ് അങ്ങനെയാണ്. നമ്മളെ പതിവ് തല തിരിച്ചിട്ടാണ്. നമ്മൾ നിസ്കരിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക. അറബികളുടെ പതിവ് അങ്ങനെയല്ല. അവർ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇശാന് വരാറുള്ളത്. അപ്പൊ ഈ നീട്ടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ അറിയിച്ചപ്പോ ഈ പള്ളിയിലെ ഇമാം മുആദ് റളിയല്ലാഹു തആല വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അഫത്താനുണ്ടയാ മുആദ്, മുആദേ നീ ജനങ്ങളുടെ ഫിത്ന ഉണ്ടാക്കുകയാണോ, പ്രശ്നം സൃഷ്ടിക്കുകയാണോ? അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ഗൗരവമായി തന്നെ പറഞ്ഞു, ഇനി അങ്ങനെ നീട്ടാൻ പാടില്ല. അപ്പൊ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം നീട്ടാൻ പാടില്ല. ഒരു പരിധി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇമാം അങ്ങനെ ചെയ്യും, മഅ്മൂം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഒറ്റ കേൾക്കരിക്കുന്ന ആളുകൾ സുജൂദ് നീട്ടണം. ആ സുജൂദിൽ ദുആ നടത്തണം. സാധാരണ 3 പ്രാവശ്യമാണ് തസ്ബീഹ് ചെല്ലാറുള്ളതെങ്കിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് 11 പ്രാവശ്യം തസ്ബീഹ് ചെല്ലൽ സുന്നത്തുണ്ട്. നമ്മളത് ചെയ്യാറില്ല. അത് ചെയ്യണം. ആ തസ്ബീഹിൽ അല്ലാഹുവോട് ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, ഞാൻ നിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു, നീ എല്ലാ രംഗത്തും പരിശുദ്ധനാണ്. ഈ നിഅമത്ത് മുഴുവനും നീ തന്നതാണ്. നമ്മുടെ കയ്യിലുള്ള മുഴുവൻ നിഅമത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അതുകൊണ്ട് അല്ലാഹ് നിന്നിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. ഞങ്ങളെ പാപം നീ പുറത്തു തരണം എന്ന അർത്ഥം വരുന്ന ആ ദിക്ർ ചൊല്ലണം സുജൂദ് ചെയ്യുന്നത്. എത്ര നീട്ടി സുജൂദ് ചെയ്യുന്നതിനും ഒറ്റക്ക് നിസ്കരിക്കുന്ന മനുഷ്യന് കുഴപ്പമില്ല. പക്ഷേ സാധാരണ മനുഷ്യന്മാര് പറഞ്ഞോണം തലതിരിഞ്ഞിട്ടാ. ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഒറ്റക്ക് നിസ്കരിക്കുന്നോ അല്ലെങ്കിൽ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നോ വജ്ഹത്ത് തോന്നൂല. വജ്ഹത്ത് ഒഴിവാക്കണം. അല്ലെങ്കിൽ മഗ്രിബ് നിസ്കരിച്ചല്ലോ നമ്മൾ. ഈ മഗ്രിബ് ഇമാമും ജമാഅത്തായി നിസ്കരിച്ചപ്പോ വജ്ഹത്ത് എല്ലാവരും ഓതിച്ചു. മഗ്രിബിന്റെ ശേഷം റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചപ്പോ വജ്ഹത്ത് ഓതിയോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഓതിയിട്ടുണ്ടാവില്ല. സുന്നത്തുകാലത്ത് വജ്ഹത്ത് ഓതുന്ന പതിവ് പലർക്കും ഇല്ല. വലിയ നഷ്ടമാണ്. വജ്ഹത്ത് ഓതാതെ സുന്നത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. എന്തിനൊരു സുന്നത്ത് നിസ്കാരം അല്ലാഹുവിന്റെ മുമ്പിൽ നിർവഹിക്കുമ്പോൾ നമ്മൾ ഈ കറാഹത്ത് ചെയ്യണം. അതുകൊണ്ട് വജ്ഹത്ത് ഫർദ് നിസ്കാരത്തിൽ മാത്രമല്ല, സുന്നത്ത് നിസ്കാരത്തിൽ വേണം. മയ്യത്ത് നിസ്കാരത്തിൽ മാത്രമേ വജ്ഹത്ത് വേണ്ടാത്ത. ബാക്കി എല്ലാ നിസ്കാരത്തിലും വജ്ഹത്ത് ഓതണം. പെരുന്നാൾ നിസ്കാരത്തിൽ ഓതണം, വിത്തറിൽ ഓതണം, തറാവീഹിൽ ഓതണം, റവാത്തിബിൽ ഓതണം. അങ്ങനെ ഏതെല്ലാം നിസ്കാരം ഉണ്ടോ അതിലൊക്കെ വജ്ഹത്ത് ഓതണം. വജ്ഹത്ത് ഒഴിവാക്കൽ കറാഹത്താണ്.
നമ്മുടെ നിസ്കാരം ഒരിക്കലും കറാഹത്ത് ചെയ്തുകൊണ്ട് ആകരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മയ്യത്ത് കാര്യത്തിന് മാത്രം മുന്നോട്ട് വേണ്ട. കാരണം പെട്ടെന്ന് മയ്യത്ത് കൊണ്ടുപോയി മറവ് ചെയ്യണം. മയ്യത്തിനെ മറവ് ചെയ്യാതെ നമ്മുടെ മുമ്പിൽ വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. കാരണം മയ്യത്ത് ഖബറിലേക്ക് എത്തിയാൽ ആ മയ്യത്തിന് പല ഗുണങ്ങളുമാണ് ലഭിക്കാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂല് ഖൈബറിൽ പോയി. ജൂതന്മാരാണ് ഖൈബറിൽ അധികവും ഉള്ളത്. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി. പക്ഷേ ജൂതന്മാര് അന്ന് സ്വീകരിച്ചില്ല. ഒരു അടിമ ആ ജൂതന്മാരെ ആടിനെ മേയ്ക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു അടിമയാണ്. അയാൾ മാത്രം ഇസ്ലാം മതം സ്വീകരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ചെന്ന് പ്രസവിച്ചപ്പോ ഒരു മനുഷ്യൻ. അത് ജൂതന്മാർക്ക് ഇഷ്ടമായില്ല. ഇയാള് നമ്മൾ അടിമയാണ്, നമ്മള് ആടിനെ വെക്കാൻ നിശ്ചയിച്ച ആളാണ്, നമ്മുടെ കൂട്ടത്തിൽ ഒരു താന്ന മർത്തബയുള്ള ആളാണ്. ഇയാൾ ഇസ്ലാം മതം സ്വീകരിച്ചത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസം. ആ ജൂതന്മാർ ഈ മനുഷ്യനെ മനുഷ്യനെ അടിച്ച് കൊന്നുകളഞ്ഞു ചുരുക്കി പറയാ. എന്തിന്? അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചെന്ന കാലം. കൊന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇയാളൊരു മുസ്ലിമായി കലിമത്തു ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. ഇവന്മാർ ഇയാളെ കൊന്നു. അതുകൊണ്ട് ഇയാൾ മുസ്ലിം ആയതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെ ഇസ്ലാമിന്റെ ചിട്ടപ്രകാരം മറവ് ചെയ്യും. സ്വഹാബിമാര് അദ്ദേഹത്തെ കുളിപ്പിച്ച് നമ്മൾ സാധാരണ ഒരു മുസ്ലിമിനെ മറവ് ചെയ്യുന്ന പോലെ മറവ് ചെയ്യാൻ പരിപാടികളൊക്കെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ നേതൃത്വത്തിൽ നിസ്കാരം നടന്നു. മയ്യത്തുകാരം ഖബറ് കുഴിച്ചു. അതിൽ മറവ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തു. ആ ഖബറ് കുഴിച്ച് ഈ മനുഷ്യനെ ഖബറിലേക്ക് താത്തിക്കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികത്തുണ്ട്. അങ്ങനെയാണല്ലോ ഒരു മയ്യത്ത് മറവ് ചെയ്യുമ്പോ നമ്മളൊക്കെ അതിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ വെക്കും. അല്ലാഹുവിന്റെ റസൂൽ സഹായിമാർ അങ്ങനെ തന്നെ തോന്നുന്നു. ഇദ്ദേഹത്തിന്റെ ബോഡി ഖബറിൽ വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പുറകോട്ട് മാറിക്കളഞ്ഞു. ആ നിന്ന സ്ഥലത്ത് നിന്ന് ഇത്തിരി പുറകോട്ട്. അപ്പൊ സ്വഹായിമാർ ചോദിച്ചു, നബിയെ നിങ്ങളെന്തേ ഇദ്ദേഹത്തിന്റെ മയ്യത്ത് പരിവാരത്തിൽ സജീവമായി അവസാനം മറവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഖബറിനകത്ത് നിന്നു, ആ മയ്യത്ത് ഓടി ഖബറിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ പുറകോട്ട് മാറിക്കളയുന്നത് കണ്ടല്ലോ, അതെന്തേ കാരണം? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ഈ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ കലിമത്തുൽ തൗഹീദ് ചൊല്ലി ഇസ്ലാം ധരിച്ച ആളാ. ജൂതന്മാര് അയാളെ കൊന്നുകളഞ്ഞു. അയാൾ ഈ ഖബറിലേക്ക് നമ്മൾ താക്കുമ്പോ അതിനു മുമ്പ് മയ്യത്തുസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ആ മയ്യത്തുസ്കാരത്തിൽ ആ മയ്യത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്തു. സാധാരണ മയ്യത്തുകാരത്തിന് മൂന്നാമത്തെ റക്അത്തിൽ മൂന്നാമത്തെ തക്ബീറിന്റെ ശേഷം ദുആ ചെയ്യുമല്ലോ. വഅബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ ദൈലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി എന്ന് ദുആ ചെയ്യാറുണ്ട് സാധാരണ. അല്ലാഹുവേ, ഇത് ഖബറാണ് ഞങ്ങൾ കുഴിച്ചത്, പക്ഷേ ഖബറാണെങ്കിലും ഇതൊരു നല്ല വീടാക്കി അദ്ദേഹത്തിന് ഇനി മാറ്റിക്കൊടുക്കണം. അതാണ് റൗള. ഖബർ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തോപ്പ് എന്നുള്ളൊരു തോപ്പ. ഇദ്ദേഹത്തിന്റെ വീട് നീ നല്ല വീടാക്കി കൊടുക്കുന്നതോടുകൂടെ ഇദ്ദേഹത്തിന്റെ ഭാര്യ നല്ലൊരു ഭാര്യനെ നീ ഇദ്ദേഹത്തിന് നൽകണം. വസൗജൻ ഖൈറൻ മിൻ സൗജി, എല്ലാവർക്കും അറിയുന്ന ദുആഅല്ലേ. ഈ ദുആ നമ്മൾ നടത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തിന് ഹൂറിലീകളായ ഭാര്യമാരെ കൊടുത്തു. ഞാൻ ആ ഖബറിലേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കാഴ്ചയാണല്ലോ, നമ്മളെപ്പോലെയല്ല. റസൂലുള്ളാഹിന്റെ കണ്ണും കാതും ഒക്കെ വ്യത്യാസമാണ്. നമ്മൾ കാണാത്ത പലരും റസൂൽ കാണും. അല്ലാഹുവിന്റെ റസൂൽ ഒരു സാധാരണ മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നത് മഹാ തെറ്റാണ്.
അവിടുത്തെ കണ്ണിനും കാതിനും എല്ലാ അവയവത്തിനും അസാധാരണ പവറുകൾ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. അപ്പൊ ആ കണ്ണുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഖബറിലേക്ക് നോക്കുമ്പോ ഈ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി ഹൂർലിങ്ങളായ ഭാര്യമാർ എത്തിക്കഴിഞ്ഞു. അവർ ഈ മനുഷ്യനെ സ്വീകരിക്കുന്നതാണ് റസൂൽ കാണുന്നത്. അപ്പൊ ഈ സ്ത്രീകള് തന്റെ ഭർത്താവിനെ സ്വീകരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക, കാണുക എന്നത് ഒരു ശരിയായ മാർഗം അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വല്ല വയ്യോട്ട് മാറിക്കളഞ്ഞതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞെന്താ ചോദിച്ചാൽ, ഖബറ് തന്നെ അല്ലാഹു റസൂൽ പഠിപ്പിച്ചു നല്ല മനുഷ്യന്മാർക്ക് സ്വർഗത്തോപ്പാണ്. ഇഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന. ഓന്റെ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു വാതിൽ തുറന്നു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി അല്ലാഹു പറയുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഖബറിൽ തന്നെ ഹൂർലിങ്ങൾ എത്തുമെന്നാണ് ഈ ദുആ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സൗജൻ ഖൈറൻ മിൻ സൗജിഹി. ആ മനോഹരമായ സന്തോഷകരമായ ഖബറിന്റെ ജീവിതം ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർഗീയ ജീവിതമാണ്. അതുകൊണ്ട് ആ മയ്യത്ത് വെറുതെ ഇവിടെ വെച്ചിങ്ങാഞ്ഞി താമസിപ്പിക്കാൻ പാടില്ല. അത് സൗകര്യം പോലെ പെട്ടെന്ന് മറവ് ചെയ്യണം. വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ അല്പസമയം താമസിപ്പിക്കാം എന്ന് അല്ലാതെ, അതായത് മയ്യത്ത് നിസ്കരിക്കാൻ ആളുകൾ കൂടും. ഒരു 10 മണിയായാൽ 9 മണിയായാൽ അത്ര ആളുണ്ടാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ അല്പസമയം ഭിന്നിപ്പിക്കാം. മയ്യത്തുകാരത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഒരു മകൻ മരിച്ചപ്പോ ഇബ്നു അബ്ബാസിന്റെ അടിമ ഖുറൈബ് റളിയല്ലാഹു തആല ഉണ്ട്. ഖുറൈബിനോട് ഇബ്നു അബ്ബാസ് പറഞ്ഞു, പള്ളിയിലൊന്ന് പോയി നോക്ക്, ആളുകളൊക്കെ മയ്യത്ത് നിസ്കരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന്. അപ്പൊ അങ്ങനെ മയ്യത്ത് നിസ്കരിക്കാൻ ആളുകൾ കൂടുന്നതിന് വേണ്ടി അല്പം ഒന്ന് ഭിന്നിപ്പിക്കാം. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരാൾ മകൻ വരുന്നുണ്ട് ഗൾഫിൽ നിന്ന്, പെട്ടെന്ന് എത്തും, താമസിക്കൂല, അതിനു വേണ്ടി അല്പം താമസിപ്പിക്കാം. ഇങ്ങനെ ചില കാരണങ്ങളുണ്ടെങ്കിൽ മയ്യത്ത് മറവ് ചെയ്യുന്നതിന് അല്പം താമസിപ്പിക്കാമെന്നല്ലാതെ ഒരിക്കലും മയ്യത്ത് മറവ് ചെയ്യുന്നതിന് താമസമുണ്ടാകാൻ പാടില്ല. അത് ശരിയല്ല. ആ മയ്യത്തിന് ലഭിക്കാൻ പോകുന്ന ആ നേട്ടങ്ങൾ, ആ സ്വർഗീയ ജീവിതം നമ്മളെ കൊണ്ട് താമസിപ്പിച്ചു പോവുകയാണ്. അതുകൊണ്ട് മയ്യത്ത് നിസ്കാരത്തിൽ ഒച്ച തോന്നാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയപ്പെടായിരുന്നു. മയ്യത്ത് നിസ്കാരത്തിൽ ഒച്ച തോന്നാൻ പാടില്ല. ഒച്ച തോന്നുമ്പോൾ അല്പം താമസിക്കല്ലോ. സൂറത്ത് ഓതാൻ പാടില്ല. മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹയുടെ ശേഷം സൂറത്തില്ല. ബാക്കി എല്ലാ നിസ്കാരത്തിലും സൂറത്ത് ഓതണം. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നിസ്കരിക്കുമ്പോ ഒച്ച തോന്നാത്ത ഒറ്റ നിസ്കാരം ഉണ്ടാകണം. വയറിലിങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കേട്ട് ഒരു കാതിൽ കൂടെ കേട്ട് മറ്റേ കാതിൽ കൂടെ പോകുന്നതിൽ വലിയ മാനൊന്നും ഉണ്ടാവില്ല. വയറ് കേൾക്കുന്നത് നമുക്ക് ജീവിതത്തിൽ അത് പകർത്താനാണ്. വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, നബിയെ നിങ്ങൾ വയറ് പറയണം, നിങ്ങൾ ഉറുദി പറയണം. നിങ്ങളെ വയല് വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് ഉപകാരം ചെയ്യും. അതെന്താ? ഒരു വയല് കേട്ടാൽ ആ വയലിൽ നമുക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒന്നുകൂടി ആവർത്തിച്ചാൽ ആ കാര്യം നമ്മൾ നേരത്തെ ചെയ്തു വരാറില്ലെങ്കിൽ നമ്മളിത് ചെയ്യാൻ തുടങ്ങും. അതാണ് വയലിന്റെ പ്രയോജനം. അപ്പോഴേ വയലുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇല്ലേ വയലുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഇൽമ കേൾക്കുന്നത് ചെറിയൊരു പ്രയോജനമില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാര്യമായ പ്രയോജനം ഉണ്ടാക്കില്ല. വയല് കേൾക്കുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ പ്രയോജനം കുറ. അപ്പൊ ഞാൻ പറഞ്ഞത് സുന്നത്ത് നിസ്കാരത്തിലും ഒച്ച തോന്നണം. അപ്പൊ ഈ വയല് കേട്ട നിങ്ങൾ ഇനി സുന്നത്ത് നിസ്കരിക്കുമ്പോ ഒച്ച തോന്നാതെ നിസ്കരിക്കരുത്. ഒരു കുറഞ്ഞ സമയമല്ലേ വേണ്ടതുള്ളൂ. മനുഷ്യൻ ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയല്ലേ നിസ്കാരം. അപ്പൊ ആ നിസ്കാരത്തിലെ വജ്ജഹത്തു എന്ന് പറഞ്ഞാൽ വലിയ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച ഒരു ദുആയാണ് ഈ വജ്ജഹത്ത്. ഖുർആനിൽ 2 സൂറത്തിൽ, ഒരു സൂറത്തിൽ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ
വമാനമിനൽ മുശ്രിക്കീൻ. വേറെ സൂറത്തിൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഈ രണ്ട് ഭാഗവും പരിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയ്ക്ക് എത്ര പവറുണ്ട്. മറ്റൊന്ന്, ഈ രണ്ട് പ്രാർത്ഥനയും ആദ്യമായി നിർവഹിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു നൽകുന്ന നിർദ്ദേശങ്ങൾ ആരംഭ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തോടെ ദുർബലമായി. ആ നിയമങ്ങൾ ഇന്ന് പിന്നെ നിലനിൽക്കുന്നില്ല. അതേസമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു അന്ന് നൽകിയ ചില നിർദ്ദേശങ്ങൾ അത് ആരംഭ റസൂലുള്ളാഹിയുടെ മതത്തിലും ഈ ഉമ്മത്തിലും അത് അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ വജ്ജത്ത്. ഇബ്രാഹിം നബിന്റെ മതത്തിൽ അള്ളാഹു നിർദ്ദേശിച്ച ആ കാര്യം ആരംഭ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിമാരിലും അള്ളാഹു നിലനിർത്തുന്നുണ്ട്. ഉളുഹിയ്യത്ത് അങ്ങനെയാണല്ലോ. ഉളുഹിയ്യത്ത് സത്യത്തിൽ ആദ്യമായി നിർവഹിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. മകനെ അറക്കാനായിരുന്നു ആദ്യം കൽപ്പിച്ചത്. പിന്നെ അള്ളാഹു അത് മാറ്റി, മകൻ വേണ്ട, നല്ലൊരാടിനർത്തോളി. അങ്ങനെ ആടിനർത്തിട്ടാണ് ഉളുഹിയ്യത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിർവഹിച്ചത്. ഇവിടെ ഇപ്പതാ ഈ പരിപാടിക്ക് വേണ്ടി 52 53 ആട് നടത്തുക. 52 അതൊരു പുണ്യാണ്. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞാണ് ഹുദൈനാഹു ബിദിബിഹിൻ അളീം. ആ ഉളുഹിയ്യത്താണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മതത്തിൽ ആ സമൂഹത്തോട് കൽപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ വരവോടെ ദുർബലപ്പെട്ടിട്ടില്ല. അതിവിടെ പിന്നെയും നിലനിർത്തണം. അങ്ങനെ ചില സുന്നത്തുകൾ 10ഓളം കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിലുള്ളത് ഈ മില്ലത്തിലും അല്ലാഹു നിലനിർത്തിയിട്ട് അല്ലാഹു പറഞ്ഞു വത്തബിഊ മില്ലത ഇബ്രാഹിമ ഹനീഫാ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ. ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, ആ ചര്യ നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം. ആ ചര്യ ഇബ്രാഹിം നബി സ്വീകരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്റെ അടുത്ത ആളാണ്, ഖലീലാണ്, എന്റെ കൂട്ടുകാരൻ. ആ പവർ നിങ്ങൾക്ക് കിട്ടും. അതിൽപ്പെട്ട ഒന്നാണ് ഈ വജ്ജത്ത്. ഞാൻ ഓർപ്പെടുത്തുന്നു, ഒരൊറ്റ സുരക്കാലത്തിലും അത് ഒഴിവാക്കണം. ഇനി വജ്ജത്ത് പരിപൂർണമായി ചെല്ലാൻ എന്തോ വിഷമുണ്ടെങ്കിലും അല്പമെങ്കിലും ചെല്ലണം. ആ വജ്ജത്ത് ഓതിയ കൂലി കിട്ടും, ഈ കറാഹത്ത് ഓതിയും. അതുപോലെ തന്നെ നിസ്കാരത്തിൽ പലർക്കുള്ള സൂക്കേട്. സുന്നത്ത് നിസ്കാരം നിർവഹിക്കുമ്പോ ആ അത്തഹിയാത്തിനെ സലാത്തിനേശുള്ള സുന്നത്ത് ചെല്ലൂല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, സ്വയം ചിന്തിച്ചാൽ വേറെ ആളെ പറ്റി ആലോചിക്കണ്ട. ഞാൻ ഇന്ന് മഗ്‌രിബിന് ശേഷം റമദാനിൽ സുന്നത്ത് നിസ്കരിച്ചപ്പോ അത്തഹിയാത്ത് ഓതി സലാത്തും ചൊല്ലി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അസ്സലാമു അലൈക്കും എന്നാണോ പറഞ്ഞത്? അതല്ല, ആ സലാത്തൊക്കെ പൂർണ്ണമായി തന്നെ ചൊല്ലി ആ സലാത്തിന്റെ ശേഷം ദുആ ചെയ്യാൻ റസൂൽ പഠിപ്പിച്ചതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്റത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്റത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒഴിവാക്കൽ കറാഹത്താണ്. ആ ദുആ അത്തഹിയാത്തിന്റെ ശേഷം നമ്മൾ ഒഴിവാക്കരുത്. അത് കറാഹത്താണ്. എന്തിനീ നിസ്കരിക്കുമ്പോൾ കറാഹത്ത് ചെയ്യണം? തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ യഖൂലുൽ ഫതാ മുസ്തൗജിബൻ ലിൽഖൂബതി. നിസ്കരിച്ചിട്ട് കുറ്റം കിട്ടാനല്ല, പ്രതിഫലം കിട്ടാനാ. അപ്പൊ കറാഹത്തായ കാര്യങ്ങളൊന്നും നമ്മുടെ നിസ്കാരത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. കറാഹത്ത് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. ഈ ദുആ നമ്മൾ ഉപേക്ഷിച്ചാൽ അതൊരു കറാഹത്താണ്. എന്തിനു പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുന്ന നമ്മൾ കറാഹത്ത് ചെയ്യണം? തന്നെയുമല്ല, ആ ദുആ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാ. എത്ര പ്രധാനപ്പെട്ട ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വഅദാബിൻ നാർ. പരലോകം മുഴുവനും അതിലുണ്ട്. ഖബറിൽ നീ എന്നെ ശിക്ഷിക്കരുത്, നരകത്തിൽ നീ എന്നെ ശിക്ഷിക്കരുതെന്നല്ലേ ഈ ദുആ. ഇതല്ലേ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത്? ഖബറിൽ ശിക്ഷയില്ലാതിരിക്കൽ. നമ്മളെ വാപ്പ വെച്ചാൽ വാപ്പന്റെ ഖബറിനെ എടുത്തു പോയി നമ്മൾ സിയാറത്ത് ചെയ്യും, യാസീൻ ഓതി ദുആ ചെയ്യും.
എന്തിനാ? ആ വാപ്പനെ ഖബറിൽ അല്ലാഹു ശിക്ഷിക്കാതിരിക്കാൻ. നമ്മൾ വാപ്പന്റെ പേരിൽ ആണ്ട് കഴിക്കും ധർമ്മം. എന്തിനാ? ഈ ധർമ്മത്തിന്റെ പ്രതിഫലം വാപ്പക്ക് അല്ലാഹു നൽകി. ആ വാപ്പന്റെ ശിക്ഷ ഉണ്ടെങ്കിൽ അല്ലാഹു ഒഴിവാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ദറജ ഏറാൻ. നരകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ ഇബാദത്തൊക്കെ ചെയ്യുന്നത്? എന്തിനാ നമ്മൾ മുസ്ലിമായത്? നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് പരലോകത്ത് വരുമ്പോൾ നരകത്തുനിന്ന് മോചനം കിട്ടാനാ. ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട് തങ്ങളുടെ ദുആയിൽ പങ്കെടുക്കാൻ, ദിക്ർ ചൊല്ലാൻ, വഅദ് കേൾക്കാൻ, 1 മണി വരെ 2 മണി വരെ. എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചാൽ നരകത്തുനിന്ന് മോചനം കിട്ടാനല്ലേ. വേറെന്തിനാ നമ്മളിവിടെ വന്നിരിക്കുന്നത്? സുഖമായി വീട്ടിൽ പോയി ഉള്ള കഞ്ഞി കുടിച്ച് ഉറങ്ങാനെന്ത് മട്ടുണ്ട്? അത് സ്വീകരിക്കാതെ ഈ പരിപാടിക്കൊക്കെ വരുന്നത്, ജമാഅത്തിന് പോകുന്നതൊക്കെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താനാണ്. പണ്ടാരോ പറയാറുണ്ട്, കൊല തൊടാനായപ്പം തളപ്പാറ്റുപോയി. തെങ്ങുമ്പോ കീറുന്ന മനുഷ്യൻ തള എന്നൊരു സാധനമുണ്ട്, കാൽമലിടുന്ന സാധനം. അത് അറ്റുപോയാൽ പിന്നെ ആ നാട്ടിൽ പിന്നെ കയറാൻ കഴിയും. താഴോട്ട് ഉരുണ്ട് എളന്നിന്റെ കൊല്ലങ്ങനെ തൊടാനെടുത്തിരിക്കുന്നത് അങ്ങനെ വിട്ടിക്കാണ്, തൊട്ടിട്ടില്ല. അപ്പൊ ഈ തള അറ്റുപോയാൽ പിന്നെ മേലോട്ട് കയറാൻ കഴിയില്ല. അല്ലെ പിന്നെ തളല്ലാതെ കയറുന്ന ആൾക്കാരായിരിക്കണം, അവർക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. എന്ന പോലെ നരകത്തുനിന്ന് മോചനം കിട്ടാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ നിസ്കാരം അല്ലാഹു തആലയോടുള്ള മുനാജാത്തും സംഭാഷണവും, ആ മുനാജാത്ത് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. ആ കർമ്മത്തിലാ ചോദിക്കുന്നത്, അല്ലാഹുവേ അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ, നരകത്തിൽ നീ എന്നെ രക്ഷപ്പെടുത്തണേ, ഞാൻ അതിനു വേണ്ടി അതൊക്കെ ചെയ്യുന്നത്. നിസ്കാരത്തിൽ അത് ചോദിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നിസ്കാരം എന്നാ പറയാ? അതുകൊണ്ട് അയിമ്മത്തുകൾ നല്ലൊരു വിഭാഗത്തിന്റെ അഭിപ്രായം, ഈ ദുആ അത്തഹിയാത്തിന്റെ ശേഷം ചൊല്ലല് സുന്നത്താണല്ല വുജൂബാണ്. അത്തഹിയാത്ത് വുജൂബായതുപോലെ അത് ഫർളുമാണ് നിസ്കാരത്തിന്റെ. ഈ ദുആ വുജൂബാണെന്നാണ് അയിമ്മത്തുകൾ പലരുടെയും അഭിപ്രായം. കാരണം റസൂലുള്ളാഹി ഈ ദുആ ചെയ്യാത്ത ഒറ്റ നിസ്കാരവും ഇല്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ ദുആ നടത്തണം. രണ്ടാമത്തത് മിൻ ഫിത്റത്തിൽ മഹിയാ വൽ മമാത്ത്, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് നാശങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ. ഇവിടെ ഇപ്പൊ കുത്തുബിയത്തിന് വരുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങൾ, രോഗങ്ങൾ മാറണം. പെൺകുട്ടികൾ കെട്ടിക്കാതെ കൊണ്ട് വേദനയുമായി വീട്ടിൽ കഴിയാണത് സുഖമാകണം, അത് രക്ഷപ്പെടണം, കെട്ടിച്ചയക്കണം. വീടിന്റെ പണി തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ്, അത് പൂർത്തീകരിക്കണം. കിണറ്റിൽ വെള്ളമില്ല, ഈ ചൂടുകാലത്ത് നല്ല വെള്ളം കിട്ടണം. അങ്ങനെ ഒരുപാട് മുറാദുകളും ആവശ്യങ്ങളുമാണ് മനുഷ്യന്റെ മനസ്സിലുള്ളത്. അത് ദുആ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ സദസ്സുകളിലൊക്കെ പോകുന്നത്. നിസ്കാരത്തിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് നിസ്കരിക്കുമ്പോ മിൻ ഫിത്റത്തിൽ മഹിയാ, ജീവിതത്തിൽ ഉണ്ടാകുന്ന നാശങ്ങൾ തൊട്ട് അല്ലാഹുവേ എന്നെ കാക്കണം, നിങ്ങൾ ദ്വാരക്കണം. അല്ലാഹു പഠിപ്പിച്ചതാ. നിസ്കാരം അല്ലാഹു പഠിപ്പിച്ചതാണല്ലോ, നമ്മളാരും കെട്ടിയുണ്ടാക്കിയതല്ല. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ വന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് നിസ്കാരം. വെറും ബുക്കിൽ എഴുതി പഠിപ്പിച്ചതല്ല. ജിബ്രീൽ പള്ളിയിൽ വന്ന് റസൂലുള്ളാഹിക്ക് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം പഠിച്ചത്. ആ നിസ്കാരം റസൂലുള്ളാഹി നിർവഹിച്ചു, സഹാബിമാർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ആ നിസ്കാരം നമ്മൾ പഠിച്ചത്. അപ്പൊ അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ഓർഡറാ. നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ലാസ്റ്റിൽ സുജൂദൊക്കെ കഴിഞ്ഞിട്ട് മുമിൻ ഫിത്റത്തിൽ മഹിയാ, ജീവിതത്തിൽ ഉണ്ടാകുന്ന നാശങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാഹുവേ എന്ന് ദുആ ചെയ്യണം. എല്ലാം ചെയ്യുന്നുണ്ട്, ആ ദുആ മാത്രം നടത്തുന്നില്ലെങ്കിൽ പിന്നെ എന്താ ഫലമുള്ളത് നിങ്ങൾ ആലോചിച്ചോ. ഈ ദുആ നടത്തണം, ഫർളിൽ മാത്രമല്ല സുന്നത്തിലും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പല പ്രയാസങ്ങളും ഉണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസമാണ് ഓനെന്നെ ഓർമ്മ ഉണ്ടാവും. ആ പ്രയാസത്തിന് മോചനം നൽകാൻ കഴിയുന്നവൻ അല്ലാഹു തആലയല്ലേ. വൽ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്,
സഹായം അല്ലാഹുവിന്റെ ഭാഗത്താണ്. അല്ലാഹുവാണ് നമ്മളെ സഹായിക്കുന്നവൻ. ആ സഹായിക്കാൻ അവന് കഴിയും. അവർക്ക് ഒരാളെയും സഹായിക്കുന്നതിന് ഒരു പ്രയാസവും പ്രശ്നവും ഇല്ല. പക്ഷേ നമ്മൾ ചോദിക്കണം, ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ. നബിയേ, എന്റെ ഉമ്മത്തിമാര് എന്നെ കണ്ടില്ല, നിങ്ങളെ ഉമ്മത്തിമാര് എന്നെ കണ്ടിട്ടില്ല, എന്റെ ദാസന്മാര് എന്നെ ദർശിച്ചിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചോക്ക്, നമ്മളാരെങ്കിലും അല്ലാഹുവിനെ കണ്ടിട്ടുണ്ടോ? അല്ലാഹുവിനെ കേട്ടുവെന്നല്ലാതെ ഒരിക്കലും അല്ലാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല. ഈ അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അസ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്ന, നബിയേ, വഇദാ സഅലക ഇബാദി അന്നീ, എന്റെ അടിമകൾ എന്നെ പറ്റി അന്വേഷിക്കുന്നത് നിങ്ങളോടാണ്, നബിയോടാണ്, അല്ലെങ്കിൽ നബി പഠിപ്പിച്ച സഹാബിമാരോടാണ്, അല്ലെങ്കിൽ അവര് പഠിപ്പിച്ച താബീങ്ങളോടാണ്, അല്ലെങ്കിൽ അവര് പഠിപ്പിച്ച ആലിമീങ്ങളോടാണ് അല്ലാഹുവിനെ പറ്റി അന്വേഷിക്കുന്നത്. അങ്ങനെ എന്നെപ്പറ്റി നിങ്ങളോട് അവരന്വേഷിച്ചാൽ ഫഇന്നീ കരീം, നിങ്ങൾ അവരോട് പറയണം, നബിയേ, ഫഇന്നീ കരീം, എന്റെ റഹ്മത്ത് അവരെ സമീപത്തുണ്ട്. അവരെങ്ങോട്ടും അതിനു വേണ്ടി പോകേണ്ടതില്ല. ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബ്, അത് അവരെ സമീപത്തുള്ളതാണ്, അവരരികത്താണ് എന്റെ റഹ്മത്ത്. ഉജീബു ദഅവത്തദ്ദാഇ, എന്നോട് ആര് ദുആ ചെയ്യുന്നോ ആ ദുആ ഞാൻ സ്വീകരിക്കും, ഒരു സംശയവും വേണ്ട. അങ്ങനത്തെ അല്ലാഹുവാണ് ഞാനെന്ന് നബിയെ നിങ്ങൾ അവരോട് പറയണമെന്നാണ് ആരംഭ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നത്. ഉജീബു ദഅവത്തദ്ദാഇ, ആ നിസ്കാരം പ്രാർത്ഥനയാണ്. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ചതെന്ന സമയമാണ്. നിങ്ങൾ ചിന്തിച്ചോക്ക്, ഒരു മന്ത്രിനെ കാണണമെങ്കിൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നേരത്തെ അപേക്ഷ കൊടുക്കണം. എന്നാൽ അയാൾ പറയും 5:10 വന്നോളൂ, തിരുവനന്തപുരത്ത് നമുക്ക് അവിടുന്ന് കാണാം. 5 മിനിറ്റ് സമയമാണ് ഉണ്ടാവുക, 2 മിനിറ്റ് സമയം. പ്രധാനമന്ത്രിനെ കാണണമെങ്കിൽ അവിടെ അപേക്ഷ നൽകണം. അയാൾ ഓഫീസിൽ നിന്ന് വിവരം കിട്ടും, 12-ാം തീയതി 3:10 വന്നോളൂ, 2 മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാം. അങ്ങനെ പല നേതാക്കളെയും സംസാരിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ പറയാൻ നമുക്ക് ചെറിയ സമയം നിശ്ചയിച്ചു തരും. ആ സമയത്ത് പോയി ചോദിച്ചാൽ, പറഞ്ഞാൽ അവരത് കേൾക്കും. അത് ചെയ്തു തരുമോ ഇല്ലത് പിന്നെയും ആലോചിക്കേണ്ട വിഷയമാണ്. പല അപേക്ഷകളും സ്വീകരിക്കാറില്ല. അതവർ കേട്ടുന്നവരും നിശ്ചിത സമയത്താണ് പോയി പറഞ്ഞതെങ്കിൽ. അല്ലാഹു അങ്ങനെയല്ല. 5 നേരം നിസ്കാരം നമുക്ക് വെച്ചത്, സുന്നത്ത് നിസ്കാരം വെച്ചത്, മറ്റുള്ള നിസ്കാരങ്ങളൊക്കെ വെച്ചത് നമ്മുടെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര നീട്ടിയാലും ഇമാമിന് പറ്റൂലാന്നേ ഉള്ളൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്കും പറ്റൂല. ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ എത്ര നീട്ടിയാലും അല്ലാഹു തആലക്ക് ഒരു ആക്ഷേപവുമില്ല. പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ അപേക്ഷ കൊടുത്ത മനുഷ്യന് 5 മിനിറ്റാണ് ലഭിച്ചതെങ്കിൽ 6 മിനിറ്റ് അവർ അനുവദിക്കൂല, 7 മിനിറ്റ് അനുവദിക്കൂല. സമയമാകുമ്പോൾ ബെല്ലടിക്കും, നമ്മളിങ്ങ് അറിയിപ്പോരേണ്ടി വരും. അതിന് മുമ്പ് കാര്യം പറഞ്ഞുകൊള്ളണം. അർഹമർ റഹീമാറബ്ബിന്റെ സ്നേഹം നോക്കി നിങ്ങൾ. എത്ര നിങ്ങൾ നീട്ടിയാലും അല്ലാഹു തആലക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യൻ നിസ്കാരത്തിൽ എത്ര ദുആ നീട്ടുന്നോ അത് അല്ലാഹു തആലക്ക് സന്തോഷമാണ്. അതുകൊണ്ട് ആ ദുആ നമ്മൾ നടത്താൻ ഒരു നിസ്കാരവും നമുക്കുണ്ടാകരുത്. ഒന്നിൻ വിത്രത്തിൽ മഹിയാ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് സഹോദരന്മാരെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്നത്. ഈ ഇരിക്കുന്ന മനുഷ്യന്മാരോട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നമാണുള്ളതെന്ന് ഇപ്പോൾ ഒരാൾ ചോദിക്കാൻ മെനക്കെട്ടാൽ സുബഹി വരെ പറഞ്ഞാലും തീരൂല. ഇതെല്ലാം നിങ്ങളുടെ ഖൽബിലുണ്ട് പ്രയാസങ്ങൾ. ഈ പ്രയാസങ്ങൾ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ, ദുആ ചെയ്യാനാണ് നിസ്കാരം. അതിന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് ജീവിതത്തിലുണ്ടായ നാശങ്ങൾ.
എന്റെ മകളെ തലാക്ക് ചൊല്ലിപ്പോയി, അല്ലെങ്കിൽ എന്റെ മകളെ വീട്ടിന്റെ മുകളിലേക്ക് ഒരു തെങ്ങ് വീണ് മോന്തായം പൊട്ടിപ്പോയി, അല്ലെങ്കിൽ വാർപ്പ് പൊളിഞ്ഞുപോയി, നേരത്തെ ആക്സിഡന്റ് ഉണ്ടായി, എന്റെ കാലിനിപ്പം നടക്കാൻ ഇപ്പോഴും ശരിയായിട്ടില്ല, ഷുഗർ 300 400 എന്നെ പിടികൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. ഇതൊക്കെ ഒറ്റ വാക്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് പരിഹാരം നേടാനാണ് ഈ നിസ്കാരവും ആ ദുആയും. മിൻ ഫിത്രത്തിൽ മഹ്യാ, ജീവിതത്തിൽ വരുന്ന ഫിത്രനെ തൊട്ട് കാക്കണം അല്ലാഹുവേ. പോരാ, മിൻ ഫിത്രത്തിൽ മഹ്യാ വൽ മമാത്ത്, മരണസമയത്തുണ്ടാകുന്ന ഫിത്രയുണ്ട്. മരണസമയത്ത് നമ്മുടെ ഈമാനെങ്ങാനും തെറ്റിപ്പോയാൽ നിങ്ങൾ ചിന്തിച്ചോക്ക്, എല്ലാം പോയി. നന്നായി 60 കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ചു, ഇബാദത്തുകൾ ചെയ്തു, നിസ്കരിച്ചോ, നോമ്പ് നോറ്റോ, കർമ്മങ്ങളൊക്കെ ചെയ്തു. അവസാന സമയത്ത് അങ്ങ് ഈമാൻ തെറ്റിപ്പോയാൽ സൂഉൽ ഖാത്തിമയല്ലേ. എന്താണ് അതിന്റെ രംഗം പ്രിയപ്പെട്ടവന്മാരെ? പിന്നെ വല്ല രക്ഷയുമുണ്ടോ? ആ മനുഷ്യൻ എന്നേക്കുമായി പരാജയപ്പെടുകയല്ലേ. ആ മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇബ്ലീസ് കെണിഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധം നമുക്ക് വേണം. അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിലും അല്ലാഹുവോട് ദുആ ചെയ്യണം. വമിൻ ഫിത്രത്തിൽ മഹ്യാ വൽ മമാത്ത്, മരണസമയത്ത് സൂഉൽ ഖാത്തിമ ഉണ്ടാകാൻ ഏറെ സാധ്യതയുണ്ട്, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹ് മരണസമയത്തുള്ള ആ സൂഉൽ ഖാത്തിമയെ തൊട്ട് നീ എന്നെ രക്ഷപ്പെടുത്തണം. ഇത് ദുആ ചെയ്യാനാണ് നിസ്കാരം അല്ലാഹു വെച്ചത്. പക്ഷെ അത് മാത്രം ദുആ ചെയ്യുന്നില്ല. തയ്യാത്തും മോദി വല്ല സലാം വീട്ടി രക്ഷപ്പെടുന്നു. എന്തൊരു ഖൈബത്താണ്, പരാജയമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. മരണസമയം നിങ്ങൾ ചിന്തിച്ചോ, മനുഷ്യനെ വഴിതെറ്റിക്കാൻ ഇബ്ലീസുല്ലൈനേറെ ശ്രമിക്കുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി തന്റെ തഫ്സീറിൽ പറയുന്നു, സർവാനി വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. മരണം അടുക്കുന്ന സമയത്ത് മനുഷ്യന് വലിയ ദാഹമുണ്ടാകും. ഒരു പ്രയാസമുള്ള കാര്യം നമുക്കുണ്ടാകുമോ? നമുക്ക് ദാഹം ശക്തിപ്പെടുകയില്ലേ? മരണം എന്റെ ശരീരത്തുനിന്ന് അസ്റായീലതാ റൂഹങ്ങ് പിടിച്ചു പറിക്കുകയാണ്. ആ സമയത്ത് വലിയ പ്രയാസം സ്വാഭാവികം തന്നെ. അതാണ് സക്കറാത്തുൽ മൗത്ത്. ഇന്നലിൽ മൗത്തില സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആ സമയത്ത് ദാഹം വളരെ ശക്തവത്താണ്. അങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, മരണത്തിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഇബ്ലീസ് അതാ ഒരു വെള്ളപ്പാത്രവുമായിട്ട് അവന്റെ മുമ്പിൽ വരുന്നു. ഈ വെള്ളപ്പാത്രം കാണുമ്പോൾ തന്നെ ആ മനുഷ്യന് വെള്ളത്തിലേക്കുള്ള ദാഹം ശക്തിമത്താണ്. വെള്ളം കാണുമ്പോൾ ഒന്നുകൂടി ആഗ്രഹം, ആവേശം മൂക്കുന്നു. ആ ഇബ്ലീസിന്റെ കയ്യിലുള്ള വെള്ളപ്പാത്രത്തിലേക്ക് മനുഷ്യൻ നോക്കുന്നു. ഇബ്ലീസുല്ലൈൻ അവനോട് പറയുന്നു, വെള്ളം വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷെ ഒരു കണ്ടീഷനാണ്, 10 രൂപ വേണമെന്നല്ല, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നല്ല. വെള്ളം ഞാൻ നിനക്ക് നൽകാം. ഞാനൊരു ഇലാഹാണ്, പടച്ചോനാണ്, അല്ലാഹു ആണെന്ന് നീ വിശ്വസിക്കണം. നോക്ക് നിങ്ങൾ പോയില്ലേ കാര്യം. മരണസമയത്ത് ഇബ്ലീസ് ഇലാഹ എന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യന്റെ സൂഉൽ ഖാത്തിമ എത്ര അപകട. ഈ ഒരു വിഷമല്ലാതിരിക്കാൻ ഇബ്നു ഹജർ പറഞ്ഞു, മരണമാസന്നമായ മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ ഇത്തിരി വെള്ളമെടുത്ത് ആ വെള്ളം അയാളെ ചുണ്ടിലിങ്ങനെ തൊട്ടുകൊടുത്തോണ്ടിരിക്കണം. അപ്പൊ പിന്നെ ഇബ്ലീസിന്റെ വെള്ളത്തിലേക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല, ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ആ ഇബ്ലീസിന്റെ നിർദ്ദേശം പിന്നെ അവരോട് സ്വീകരിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അതുകൊണ്ട് മരിക്കുന്നാക്ക് വെള്ളം തൊട്ട് കൊടുക്കണം. നമ്മളൊക്കെ പണ്ടേ ഉള്ളതാണ്, മരിക്കുന്നാക്ക് വെള്ളം തൊട്ട് കൊടുക്കും. അത് ചെയ്യണം. അത് ഇബ്ലീസിന്റെ നാശത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താനൊരു വയ്യ. പണ്ടൊക്കെ മൗലിദ് ഓതുന്ന ആളുകൾ ദുആ ചെയ്യാറുണ്ട്, ദാഹമൗത്തിട് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും, നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണയാ അല്ലാഹ്. ഇബ്ലീസ് വെള്ളം കാട്ടി തന്നു ഞങ്ങളെ വഴിതെറ്റിക്കും മരണസമയത്ത്, നീ ഞങ്ങളെ കാക്കണം പടച്ചോനെ എന്ന് ദുആ ചെയ്യാറുണ്ട് പണ്ടൊക്കെ മൗലിദും. ഇപ്പൊ മൗലിദും കുറഞ്ഞുപോയി.
ദിക്റും കുറഞ്ഞുപോയി, സ്വലാത്തും കുറഞ്ഞുപോയി. ടിവിന്റെ മുമ്പിലാണ് സകല ആളുകളും ഇത്തിക്കാഫിരിക്കുന്നത്. മഗ്‌രിബ് സ്കെച്ചാ പിന്നെ ടി വി. ഇതൊരു വൃത്തികേടാ. നിങ്ങൾ ആലോചിച്ചോ, എന്തെല്ലാണ് ആ ടി വിയിലൂടെ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നത്? വല്യാപ്പയും ബാപ്പയും വല്യമ്മയും ഉമ്മയും മക്കളും ചേട്ടനും അനുജനും ഒരുമിച്ചിരുന്നിട്ടാണ് ഇത് കാണുന്നത്. നോക്ക് നിങ്ങൾ, നാണക്കേട് നീ വേറെ കൊണ്ടോ ഫോണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ. നമ്മൾ നമ്മുടെ സ്നേഹിതന്മാരോട് ചില തമാശയൊക്കെ പറയും, അതേസമയത്ത് മക്കളോട് പറയൂ അത്ര തമാശകൾ, അല്ലെങ്കിൽ ബാപ്പയോട് പറയൂ. ഇന്ന് മനുഷ്യന് ലജ്ജല്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ ടിവിയിൽ കാണുന്ന എല്ലാ പ്രദർശനങ്ങളും. വളരെ മോശമായ സംഭവങ്ങളുണ്ടാവും. അത് ബാപ്പയും മക്കളും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കാണാറിനാൽ മനുഷ്യന് ലജ്ജ എന്നൊരു സംഗതി എടുക്കപ്പെട്ടു പോയി എന്നതിന്റെ ഒരു ഉദാഹരണമല്ലേ പ്രിയപ്പെട്ടവരുണ്ട്. അത്തരം മോശമായൊരു സംഭവം നമ്മൾ നമ്മുടെ വാപ്പനോട് പറയോ? നിങ്ങൾ പറയോ നിങ്ങളെ വാപ്പനോട്? വാപ്പ മക്കളോട് പറയോ? ചിലപ്പോൾ തമാശ എന്ന രീതിയിൽ സ്നേഹിതന്മാരോട് പറഞ്ഞേണ്ടി വരും. മനുഷ്യന് നാണം ഇല്ല, ലജ്ജയില്ലാത്ത രീതിയിലേക്ക് മനുഷ്യൻ അകപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്, മൃഗത്തെപ്പോലെ. അതിരിക്കട്ടെ, ഞാനത് സംസാരിക്കല്ല. അപ്പൊ ഈ ഇബ്ലീസിന്റെ സ്വരൂപം കാക്കാൻ ഉമിൻ ഫിത്നത്തിൽ വഹിയാ വൽ മമാത്, മരണസമയത്തുള്ള ഫിത്ന തൊട്ട് കാക്കണമല്ലാ. ഇതാണ് ഈ നിസ്കാരത്തിലെ അവസാനത്തെ ദുആ. ഇത് ചൊല്ലാൻ മനുഷ്യന് സമയമല്ല, തിരക്കാണ്. അത് ചൊല്ലിയാൽ നിസ്കാരം നീണ്ടുപോകും, നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകുമെന്നല്ലേ പലരുടെയും കാഴ്ചപ്പാട്. ആക്സിഡന്റിൽ മരണപ്പെടുന്ന ആളുകളുണ്ട്, അപകടത്തിൽ മരണപ്പെടുന്ന ആളുകളുണ്ട്. നിങ്ങൾ ചിന്തിച്ചോക്ക്, എത്രമാത്രം അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പം കൊണ്ട് വരുന്ന സമയത്ത് ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ നാട്ടിന്റെ അടുത്തുള്ളൊരു ചെറുപ്പക്കാരൻ JCB തട്ടി മരിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചോ, ഒരു പുതിയതാ. സൈക്കിൾ തട്ടി മരിച്ചത്, ബസ് തട്ടി മരിക്കുന്നത്, കാറ് തട്ടി മരിക്കുന്നതൊക്കെ സാധാരണ കേൾക്കാറുണ്ട്. ഇപ്പൊ കേട്ടതാണ് ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത്. അപകടങ്ങൾ എവിടൊക്കെയാണ് ഒളിച്ചു നിൽക്കുന്നത്, എവിടൊക്കെയാണ് നമ്മളെ പിടികൂടുന്നത്? ആർക്ക് പറയാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരന്മാരെ? എവിടെയാണ് ഇതിന് സലാമത്തുള്ളത്? നമ്മൾ ദുആ ചെയ്യണമോ മിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്. അത്തരം ഒരു മരണം എനിക്ക് നൽകല്ല അല്ലാ, എന്റെ മരണം ആ രൂപത്തിലുള്ളതാകല്ല അല്ലാ. ഈ ദുആ അല്ലാതെ നമുക്കെന്താ രക്ഷയുള്ളത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? വേറെ എന്ത് കാവലാ? നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ സ്ഥിതി അത്രയും വിഷമത്തിലാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരും റസൂലുള്ളാഹി പഠിപ്പിച്ചോണ്ട് ദിക്റില്ലേ, നാം ആ ദിക്ർ ചൊല്ലാറുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പല മാസികകളും വേണ്ടാത്ത അശ്ലീല സാഹിത്യങ്ങൾ വായിച്ച് ഉറങ്ങുന്നവരുണ്ട്, സിനിമയും കണ്ട് ഉറങ്ങുന്ന ആളുകളുണ്ട്, വേണ്ടാത്ത ഹരം പറഞ്ഞുകൊണ്ട് ഉറങ്ങുന്ന ആളുകളുണ്ട്. നമ്മുടെ ഉറക്കിന്റെ കോലം നിങ്ങൾ ചിന്തിച്ചോക്കെ എന്തെല്ലാം രൂപത്തിലാണെന്ന്. ആരംഭ റസൂലുള്ളാഹി പഠിച്ചു, നിങ്ങൾ ഒളു എടുത്തിട്ടേ ഉറങ്ങാൻ കിടക്കാവൂ. പിന്നീട് ഒരു പക്ഷേ ഒളു മുറിഞ്ഞു പോകുന്നുണ്ടാവും, അത് മുറിഞ്ഞോട്ടെ. ഒളു എടുത്തിട്ടേ നിങ്ങൾ ഉറങ്ങാൻ കിടക്കാറുള്ളൂ. എങ്കിൽ നിങ്ങളുടെ റൂഹിനക്ക് അല്ലാഹുവിന്റെ അർശുമായിട്ടൊരു ബന്ധമുണ്ടാകും, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാ. ഒതുവെടുത്ത് ഉറങ്ങാൻ കിടക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ഒതുവെടുത്ത് ഉറങ്ങാൻ കിടക്കുന്നവര്? ആ ഒതുവെടുത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പറയണം, ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ.
നിങ്ങൾ ചിന്തിച്ചോക്ക് എത്രമാത്രം അർത്ഥവത്തായൊരു ദുആ. നിങ്ങൾക്ക് പരിചയമുണ്ടാകും, അറിയുന്നവരായിരിക്കും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് നിങ്ങൾ അത് എഴുതിയെടുത്തിട്ട് പഠിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ദുആ നമ്മൾ ചൊല്ലണം. എന്താ ദുആ? ഇൻ അംസക്ത നഫ്സീ ഫർഹംഹാ. അല്ലാഹുവേ, ഞാനിതാ ഇവിടെ ഉറങ്ങാൻ കിടക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചോ, ഉറക്കെന്ന് പറഞ്ഞാൽ അതൊരു മരണത്തിന്റെ ഇണയാണ്, തുണയാണ്, ഭാഗമാ. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ വല്ലതും അറിയോ? അതല്ലേ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാര് സുഖമായ നിദ്രയിലാണ്. കള്ളന്മാരുള്ള സാധനമൊക്കെ എടുത്തോലും പോകും. ഇനി ഈ ഉറക്കത്ത് നമുക്ക് വല്ല അപകടവും വരിക അങ്ങനെ നമുക്കറിയാൻ കഴിയോ? മാത്രമല്ല, എത്രയോ മനുഷ്യന്മാര് ഉറങ്ങിക്കിടക്കുമ്പോൾ മരിച്ചു പോകുന്നുണ്ട്. രാവിലെ പോയി വിളിച്ചു നോക്കുമ്പോൾ ആൾ എണീക്കണില്ല. സാധാരണ വാപ്പ 4:30 തന്നെ എണീക്കുന്നതാ. ഇന്ന് 5 മണി കഴിഞ്ഞ് 5:30 എണീച്ചിട്ടില്ല. സുബഹി ഇങ്ങനെ പോവുക. ചെന്ന് വിളിച്ചു നോക്കുമ്പോ മരിച്ചു കിടക്കല്ലേ. എത്ര മനുഷ്യന്മാര്. നമുക്കത് സംഭവിച്ചുകൂടാ എന്ന് ആര് പറഞ്ഞു? മനുഷ്യൻ മഹാകിബ്റാണ്, അഹങ്കാരം. ഞാനാണ് ഇവിടെ വലിയവൻ, ഞാൻ പറഞ്ഞ എല്ലാവരും കേട്ടോളൂ. ഞാനിവിടെ ശബ്ദിച്ചാൽ എല്ലാം അസ്തമിക്കും. ഞാനൊന്ന് കുലുങ്ങിയ ഭൂമി തന്നെ കുലുങ്ങുന്നൊക്കെ ഓരോരുത്തരുടെ ചിന്ത. ഒരു ചോക്കും വരൂല. എന്ത് കുലുങ്ങാനാ? മനുഷ്യൻ ഖുലിഖൽ ഇൻസാനു ദഈഫ, വളരെ ബലഹീനനാ. ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യൻ നേരം പുലരുമോ എന്നറിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യന്റെ കഥ എത്ര വിഷമാ നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല നമുക്കൊക്കെ ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നിങ്ങൾ എന്റെ പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ സമയത്ത് ഒരുപക്ഷേ നമ്മൾ മരിച്ച് ഖബറിലെത്തിയിട്ടുണ്ടാവും. മനുഷ്യന്റെ കഥ അത്രയല്ലേ ഉള്ളൂ. പിന്നെ എവിടെ ഈ കിബറിന് അവകാശം? ഇപ്പം ആളുകൾക്കാണ് അല്ല വേല പറയാണ്. നാളെ ഈ സമയത്ത് നമ്മുടെ വീട്ടിലെ ചർച്ച നമുക്ക് 3 കഴിക്കുമ്പോ എത്ര പോത്തിനെ അറക്കണമെന്നതിനെ പറ്റിയായിരിക്കും. സംഭവിക്കുന്നില്ലേ? മനുഷ്യന്റെ സ്ഥിതി അത്രയേ ഉള്ളൂ. നമുക്കാരും ചിന്തിക്കണം. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, ഈ ഉറക്കിൽ നീ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ എന്റെ ഭാര്യ പോലും വിവരമറിയില്ല, എന്റെ മക്കള് വിവരമറിയൂല, എനിക്ക് സഹായിക്കുന്ന ആളുകളുണ്ട് വിവരമറിയില്ല, എനിക്ക് ഒത്താശ ചെയ്യുന്നവരുണ്ട് വിവരമറിയില്ല. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച വെള്ളമുണ്ട്, ഇവിടെ നല്ല ജ്യൂസ് അല്ലെങ്കിൽ നല്ല പാനീയമുണ്ട്, അതൊരു കോപ്പെടുത്ത് കുടിക്കാൻ കഴിയൂല. കിടന്ന കിടപ്പിൽ മരിച്ചു പോവുകയല്ലേ. ആ സമയത്തുള്ളവരോട് ദുആ ചെയ്യണം. നിൻ അംസക്ത നഫ്സീ ഫർഹംഹാ, നീ എനിക്ക് കൃപ ചെയ്യണമല്ലാ. ആ കൃപയില്ലെങ്കിൽ എന്റെ മരണം വളരെ വിഷമമായിരിക്കും. മരണം ഏത് മനുഷ്യനും ഉണ്ടാകും, അതൊന്നും ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ ഈമാനോടെ മരിക്കാൻ, സക്കറാത്തുൽ മൗത്തിന്റെ വേദനയില്ലാതെ മരണപ്പെടാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളി കേട്ടുകൊണ്ട് മരിക്കാൻ, മഹാന്മാരെ കൂടെ ചേർന്ന് കിടക്കാൻ ഈ മരണം നല്ല രീതിയിലാണെങ്കിൽ സാധ്യമാണ്. അതുകൊണ്ട് വമിൻ ഫിത്നത്തിൽ വഹിയാ വൽ മമാത്, മരണസമയത്തുള്ള സകല ഫിത്നത്തൊട്ടും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ദുആ ചെയ്യാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യലുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇല്ലെങ്കിൽ നമ്മൾ ദുആ ചെയ്യണം. അതാണ് ഈ നിസ്കാരത്തിലും പറയുന്നത്. വമിൻ ഫിത്നത്തിൽ വഹിയാ വൽ മമാത്. ആ ദുആ അറിയാത്ത ഒരൊറ്റ കുട്ടിയും ഈ സദസ്സിലുണ്ടാകൂല. പക്ഷേ റബ്ബിനോട് മുനാജാത്ത് നടത്തുകയാണ്, അല്ലാഹുവിനോട് സംസാരിക്കുകയാണ് നിസ്കാരം, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്നത് ഉറപ്പ് തന്നെ. പക്ഷേ ഈ ദുആ പലപ്പോഴും നമ്മൾ സുന്നത്തല്ലേ എന്ന ലാഘബുദ്ധിയോടെ കൈയൊഴിക്കുന്നു, ദുആ ചെയ്യുന്നില്ല. അപകടമാണ്. അതുകൊണ്ട് ദുആ ചെയ്യണം. ഇതാ ഞാൻ പറഞ്ഞ വാഴ് കേട്ടാ പോരാ. എത്ര വാഴ് കേട്ടിട്ടും ഒരു കാര്യവുമില്ല. വാഴയിൽ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഞാൻ ചെയ്യുന്ന കാര്യമാണോ,
എങ്കിൽ ഇത് ഞാൻ നിലനിർത്തണം. ചെയ്യാത്ത കാര്യമാണെങ്കിൽ ജീവിതത്തിൽ തുടങ്ങണം. അപ്പോഴാണ് വയലിന്റെ പരിപൂർണത ഉണ്ടാകുന്നത്, വയലിന്റെ പ്രയോജനം പൂർണ്ണമാകുന്നത് അപ്പോഴാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ആ നിസ്കാരത്തിന്റെ അവസാനത്തെ പ്രാർത്ഥനയിൽ ഒരിക്കലും മുഅ്മിൻ വിദ്രത്തിൽ വഹിയവൽ വമാതെന്ന് ദുആ ചെയ്യാൻ മറക്കണ്ട. ഉറങ്ങാൻ കിടക്കുമ്പോ ഈ ഉറക്കിൽ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ നീ എനിക്ക് കൃപ ചെയ്യണമല്ലാ. സിനത്തുൻ വലാനവോ, ഭാര്യ ഉറങ്ങിപ്പോയി അതുകൊണ്ട് അവൾ വിവരമറിയില്ല, അല്ലെങ്കിൽ ഭർത്താവ് ഉറങ്ങിപ്പോയി അതുകൊണ്ട് ഭാര്യ മരിക്കുന്നത് അവൾ അറിയുന്നില്ല. അങ്ങനെ കുടുംബക്കാരെ ആരും അറിയാതെ മരിച്ചു പോവുകയാണ്. പക്ഷേ അല്ലാഹു തആല കണ്ടോ, ലാ തഖ്റുഹു സിനത്തുൻ വലാ നൗം, അവർക്ക് ഉറക്കമില്ല, അവർക്ക് മാളിച്ചയില്ല, അവൻ മയങ്ങിപ്പോവുകയില്ല. അവൻ സദാ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹു തആലക്ക് കൃപ ചെയ്യാൻ കഴിയും കേട്ടോ. അതാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്. ഇനി വൈൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. ഈ ഉറക്കിൽ മരിക്കാതെ രാവിലെ ഞാൻ എഴുന്നേറ്റ് എന്റെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സജ്ജനങ്ങളായ പലരെയും നീ കാത്തിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്നെയും നീ കാക്കണമല്ലാ. ഉറങ്ങാൻ കിടക്കുമ്പോ ചൊല്ലാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞതാണ്. റസൂലുള്ള പറഞ്ഞ ഒരു ദുആ നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ ഒരിക്കലും അത് അല്ലാഹു തട്ടിക്കളയൂല. എന്റെ അടിമ എന്റെ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് എന്നോട് അത് ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവഗണിക്കൂല. ആരം റസൂലുള്ളാഹി അല്ലാഹു തആലാന്റെ ഹബീബാണ്. ആ ഹബീബ് പറഞ്ഞിട്ടാ നമ്മളിത് ചെല്ലുന്നത്. അത് വലിയ പ്രാധാന്യമുണ്ടാകും. അത് നിങ്ങൾ ചിന്തിച്ചോ, ഒരു ആള് സമീപത്ത് നമ്മൾ നേരിട്ട് പോയി ചോദിച്ചാൽ പരിഗണിക്കും, ചിലപ്പോൾ പരിഗണിച്ചില്ല. അതേ സമയത്ത് അതേ ആള് സ്നേഹിക്കുന്ന, ആ ആള് ഏറ്റവും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരാള് നമ്മളെ പറഞ്ഞേച്ചതാണ്. എ പി ഉസ്താദിനെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു മനുഷ്യൻ എ പി ഉസ്താദാണ് നമ്മളെ പറഞ്ഞയച്ചത്. നിങ്ങൾ അവിടെ ചെന്നിട്ട് പറയും. നിങ്ങൾ ചിന്തിച്ചോക്ക്, ആ എ പി ഉസ്താദിനെ സ്നേഹിക്കുന്ന മനുഷ്യനെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യമായ തള്ളൂല. അതാ സ്നേഹത്തിന്റെ കളവില്ല. ഇതിലൊക്കെ എത്രയോ സ്നേഹമല്ലേ ആരംഭ റസൂലിനോട് അല്ലാഹു തആല. ആ റബ്ബ് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചത് എത്രയാണെന്ന് പറയാൻ ഒരാൾക്ക് സാധ്യമല്ല. ആ റസൂൽ പറഞ്ഞതാ നമ്മളോട് ഈ ദുആ നടത്താൻ. ആ ദുആ നമ്മൾ നടത്തുമ്പോ എന്റെ പ്രവാചകൻ അവരോട് ആവശ്യപ്പെട്ടതാണ് ഈ ദുആ നടത്താൻ. ആ ദുആയാണ് എന്റെ അടിമ എന്നോട് നടത്തിയിട്ടുള്ളത്. അല്ലാഹു സ്വീകരിക്കുമെന്നതിൽ വല്ല സംശയം തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? നമുക്കാരും ചിന്തിക്കണം. നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു തആലക്ക് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഒരു പ്രയാസമില്ല. സമുദ്രത്തിന്റെ ആയിലേക്ക് വലിച്ചെറിഞ്ഞ യൂനുസ് നബിനെ വലിയൊരു മത്സ്യം വീങ്ങിപ്പോയി. നമ്മളെ കാഴ്ചപ്പാടിൽ മത്സ്യം വീങ്ങിയാൽ പിന്നെ ആ മനുഷ്യൻ രക്ഷപ്പെടും. പക്ഷെ അല്ലാഹു ആ മത്സ്യത്തെ വിളിച്ചിട്ട് പറഞ്ഞു, മത്സ്യമേ, ഇപ്പൊ നീ വീങ്ങിയ ആ ഇരണ്ടല്ലോ, അത് എന്റെ യൂനുസാണ്. ഒരിക്കലും അവിടെ വെച്ച് നിർത്താൻ പറ്റില്ല, പുറത്തേക്ക് കൊണ്ടുപോയി തള്ളിയേക്കണം. ഇത് കേൾക്കേണ്ട താമസം. ആയിട്ട് മത്സ്യം കടക്കരയിലേക്ക് കടന്നു വന്ന് യൂനുസിനെ പുറത്തേക്ക് തള്ളിലെ. ഖുർആൻ പറഞ്ഞില്ല കഥ. ഈ കഥ ഖുർആൻ പറഞ്ഞിട്ട് നമ്മളോട് ഖുർആൻ പറഞ്ഞെന്താ? വനജ്ജയ്നാഹു മിനൽ വമ്മി വകദാലിക നൻജിൽ മുഅ്മിനീൻ. ഇത് യൂനുസ് നബിയുടെ പ്രത്യേകതയല്ല. ആ യൂനുസ് നബി അലൈഹിസ്സലാം ദിക്ർ ചൊല്ലിയപ്പോ
അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ ആ യൂനുസിനെ നമ്മൾ രക്ഷപ്പെടുത്തി. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ദിക്ർ നമുക്കറിയാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മത്സ്യത്തിന്റെ വയറ്റിൽ സമുദ്രത്തിന്റെ അയിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, നീയല്ലാതെ എനിക്ക് വേറെ ഇലാഹില്ല. ഞാൻ ഒരു ഇലാഹിനെ വിശ്വസിച്ചിട്ടുള്ളൂ, രണ്ടെണ്ണം എനിക്കില്ല. ആ ഇലാഹ് നീ മാത്രമാണ്. സുബ്ഹാനക, അല്ലാഹുവേ, നീ പരിപൂർണനാണ്, പരിശുദ്ധനാണ്, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ന്യൂനത മുഴുവനും എന്നിലാണ്. ഉടമയായ നിനക്ക് ഒരു പോരായ്മയുമില്ല, ഒരു വീഴ്ചയുമില്ല. പോരായ്മ മുഴുവനും അടിമയായി എന്നിലാണുള്ളത്. അതുകൊണ്ട് സാധുവായ അടിമനെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയ ദിക്റാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ ആ യൂനുസിനെ നമ്മൾ ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. വകദാലിക നൻജിൽ മുഅ്മിനീൻ. എല്ലാ മുഅ്മിനീങ്ങളെയും നമ്മൾ രക്ഷപ്പെടുത്തും കേട്ടോ. എല്ലാരെയും അല്ലാഹു രക്ഷപ്പെടുത്തും, യാതൊരു സംശയം അക്കാര്യത്തിലില്ല. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, നമ്മൾ അല്ലാഹുവിനോട് ദിക്ർ ചൊല്ലുമ്പോൾ, അതിനുവേണ്ടിയല്ലേ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഒരിക്കലും നമ്മളോട് ആ ദുആ മറന്നു പോകരുത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എന്തെങ്കിലും വേണ്ടാത്ത ഫലിതവും പറഞ്ഞ് തമാശ പറഞ്ഞിട്ട് ഉറങ്ങരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കട്ടമാണ് ഫാത്തിമ റളിയല്ലാഹു തആല. 7 സന്താനങ്ങളുണ്ടായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. 6 സന്താനങ്ങളും ആരംഭ റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് തന്നെ മരിച്ചുപോയി. ഒരൊറ്റ മകളെ പിന്നീട് എത്രയായിരിക്കും ആ മകളോടുണ്ടാകുന്ന സ്നേഹം? നമുക്കൊക്കെ നമ്മുടെ മക്കളോട് സ്നേഹം എത്രയാണ്? 10 മക്കളുണ്ടെങ്കിലും വാപ്പക്ക് ആ മക്കളൊക്കെ സ്നേഹം തന്നെയാ. ആരംഭ റസൂലുള്ളാഹിക്ക് 7 മക്കള്, 6ഉം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലത്ത് തന്നെ മരിച്ചു പോയരാ. ഒരു മകള് മാത്രമേ ബാക്കിയുള്ളൂ, ഫാത്തിമ റളിയല്ലാഹു തആല. ആ മകളോട് സ്നേഹത്ര. ആ മകളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ, നീ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്ന് 33 പ്രാവശ്യം ചെല്ലണം, അൽഹംദുലില്ലാഹ് എന്ന് 33 പ്രാവശ്യം ചെല്ലണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് 34 പ്രാവശ്യം ചെല്ലണം. ഈ ദിക്ർ അറിയാത്ത ആരാണ് സഹോദരിമാരെ നമ്മുടെ കൂട്ടത്തിലുള്ളത്? ആരംഭ റസൂലുള്ളാഹി പ്രിയപ്പെട്ട മകളോട് ആവശ്യപ്പെട്ടതല്ലേ? ആ മകളോട് ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചതല്ലേ? നിങ്ങൾ ചിന്തിക്കണം, ഏറ്റവും പ്രിയപ്പെട്ട മകള് സ്വന്തം ഭർത്താവിന് വിരിച്ചു കൊടുക്കാൻ ഒരു പായ, ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കുന്ന ഒരു പായ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പായ ഇല്ലെങ്കിലും തൽക്കാലം കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് പരലോകത്തിന്റെ കാര്യമാണ് ചിന്തിക്കേണ്ടത്. വൽബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പായ ഒരുപക്ഷെ ഇവിടെ കിടന്ന് കാലം കഴിയുമ്പോൾ നശിച്ചു പോകും. എല്ലാ ദുനിയാവിന്റെ സാധനങ്ങളും നമുക്ക് ആവശ്യമില്ലെന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി. മനുഷ്യർക്ക് അല്ലാഹു നൽകുന്നതൊക്കെ മനുഷ്യർക്ക് ഉപയോഗിക്കാവുന്നതാണ്, മനുഷ്യർക്ക് ഉപയോഗിക്കുന്നതിന് വിരോധമില്ലാത്തതാണ്. പക്ഷേ വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. ശേഷിക്കുന്നത് പരലോകത്തേക്ക് ചെയ്യുന്ന പ്രവർത്തനമാണ്. നമുക്ക് ഓർമ്മ വേണം, 100 പ്രാവശ്യം ഈ രാത്രി, ഓരോ രാത്രിയിലും ഈ ദിക്ർ ചൊല്ലാൽ
കരളിന്റെ ഘട്ടമായ ഫാത്തിമ ബീവിയോട് അല്ലാഹു റസൂൽ വസിയത്ത് ചെയ്യുന്നു. നിങ്ങൾ ചിന്തിച്ചോക്ക്, ഒരു മാസം ചെല്ലുമ്പോൾ എത്ര ദിക്റായി. ഒരു 60-70 കൊല്ലം ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഉറങ്ങാൻ കേൾക്കുന്ന എല്ലാ രാത്രിയും ഈ ദിക്റില്ല. അവന്റെ ദിക്ർ എത്രയായി? ഒരു ദിക്റിന് അല്ലാഹു കൊടുക്കുന്നത് 10 പ്രതിഫലമാണ്. ഇതാണ് ഖുർആൻ പറഞ്ഞത്, വൽ വാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ ഖൈറുൻ നമലാ. പ്രതീക്ഷിക്കാറില്ല, അത് മാത്രമാണ്. പരലോകത്തിന് വേണ്ടി ചെയ്തതുണ്ടെങ്കിൽ, പരലോകത്തേക്ക് പ്രവർത്തിച്ചതുണ്ടെങ്കിൽ അതാണ് നമുക്ക് പ്രതീക്ഷിക്കാറുള്ളത്. ദുനിയാവിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞു പോയില്ലേ, അതിന്റെ സുഖം നമുക്ക് ലഭിച്ചുപോയി. ഇനി അത് നമുക്ക് പ്രതീക്ഷിക്കാറില്ല. പരലോകത്തേക്ക് ചെയ്തതിന്റെ ഒരു സുഖവും നമ്മൾ ഇവിടെ അനുഭവിച്ചിട്ടില്ല. അത് നമ്മൾ ആഖിറത്തിലേക്ക് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഓർപ്പെടുത്തുന്നു, ആരംഭസുഖാന്റെ പൊന്നോമന മകളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. ആ മകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ നൽകിയ നിർദ്ദേശമാണ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. നിസ്കാരത്തിന്റെ ശേഷം ഈ ദിക്ർ നമ്മൾ ചെല്ലാറുണ്ട്, വേണ്ടതാണ്. ആ നിസ്കാരത്തിന്റെ ശേഷം ആ ദിക്ർ നമ്മൾ തുടരുക തന്നെ വേണം. പോരാ, ഉറങ്ങാൻ കിടക്കുമ്പോഴും വേണ്ടാത്ത തമാശകൾ പറഞ്ഞ് ആവശ്യമില്ലാത്ത സിനിമാമാസികകളും അശ്ലീല സാഹിത്യങ്ങളും വായിച്ച് സിനിമയും കണ്ട് ഉറങ്ങണ്ട. ഈ ദിക്റിൽ നമ്മൾ ഉറങ്ങിയാൽ അതൊന്നും ശേഷിക്കുന്നതാണ്. നമ്മൾ ഖബറിലേക്ക് ചെല്ലുമ്പോൾ ആ മണ്ണറയിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ അസ്ബാബുകളാണ്, കാരണങ്ങളാണ്. ഈ വസ്തുത ഗൗരവമായി ചിന്തിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ നിസ്കാരത്തിലെ ദിക്റുകളാവട്ടെ, നിസ്കാരത്തിലെ പ്രാർത്ഥനകളാവട്ടെ, മറ്റ് സമയങ്ങളിലുള്ള ദിക്റുകളാവട്ടെ, വളരെ വിലപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. യൂനുസ് നബിയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഫലൗലാ അല്ലഹു കാന മിനൽ മുസബ്ബിഹീൻ. ആ മത്സ്യത്തിന്റെ വയറ്റുന്ന ആ ദിക്ർ യൂനുസ് ചെല്ലില്ലായിരുന്നെങ്കിൽ ഒരിക്കലും യൂനുസിനെ നമ്മൾ രക്ഷപ്പെടുത്തുമായിരുന്നില്ല. ഈ ഒരു പ്രവാചകനാണ് ഈ പറയുന്ന യൂനുസ് നബി. ദിക്റിന്റെ മഹത്വം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുത്തിയെന്ന് ഖുർആൻ പറഞ്ഞത്. وَنَجَّيْنَاهُ مِنَ الْغَمِّ وَكَذَلِكَ نُنْجِي الْمُؤْمِنِينَ. തുടർന്ന് അല്ലാഹു പറയുന്നു, വിശ്വാസികളെ ആണാവട്ടെ പെണ്ണാവട്ടെ ഇതേപോലെ നമ്മൾ രക്ഷപ്പെടുത്തും. അല്ലാഹു നമ്മൾ രക്ഷപ്പെടുത്തും. ആ രക്ഷപ്പെടുത്താൻ അല്ലാഹു നമുക്ക് വേണ്ടി വെച്ച ചില നിർദ്ദേശങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇബാദത്ത്. ഞാനൊരു നിസ്കാരത്തിന്റെ കാര്യം ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തങ്ങളെത്തി ഞാൻ നിർത്തി. നമ്മൾ നിസ്കാരത്തിലെ ദിക്റും മറ്റ് സമയങ്ങളിലുള്ള ദിക്റുകളും ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാവ് തന്നത് ആ ദിക്റുകൾ ചെല്ലാൻ വേണ്ടിയാണ്. ആളുകൾ ഗീബത്ത് പറയാനും, ആളുകളെ നമീമത്ത് പറയാനും, ആളുകളെ പരിഹസിക്കാനും നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക്, പരിഹസിക്കുന്ന ആക്ഷേപിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഏറ്റവും മോശപ്പെട്ടവൻ ഞാനാണ്, ബാക്കിയുള്ളവരൊക്കെ എന്നേക്കാൾ എത്രയോ നല്ലവരാ. ഉദാഹരണം ഞാൻ പറയട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ശാഫി തങ്ങൾ പറഞ്ഞു, ഇയാലു അബീ ഹനീഫ. ലോകത്തുള്ള അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളൊക്കെ അബൂ ഹനീഫന്റെ മക്കളാ എന്ന് പറഞ്ഞാൽ അബൂ ഹനീഫന്റെ ശിഷ്യന്മാരാന്നർത്ഥം ചുരുക്കി പറയാം. അത്ര വലിയ മഹാനാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ശാഫി റളിയല്ലാഹു തആലക്ക് ഒരു വിഷമം വന്നാൽ അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് പോയി ഒരു സിയാറത്ത് അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. ആ സമയത്ത് ഇമാം ഷാഫിന്റെ ആവശ്യങ്ങൾ അല്ലാഹു തആല നിർവഹിച്ചു കൊടുക്കും. അത്രയും മുബറക്കായ മഹാനാണ് അബൂ ഹനീഫ. അതാ ഞാൻ പറഞ്ഞത്, നിർത്തുന്നില്ല. ആ അബൂ ഹനീഫ പറഞ്ഞൊരു വാക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം.
يظن الناس بي خيرا وإني لشر الناس إن لم تعف عني. അല്ലാഹുവേ, അബൂ ഹനീഫ ഒരു ഇമാമാണെന്നാണ് ആളുകളൊക്കെ പറയുന്നത്. അബൂ ഹനീഫ വലിയ മഹാനാണെന്നാണ് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അബൂ ഹനീഫ വലിയ പണ്ഡിതനാണെന്നാണ് ജനങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ലശറുൽ നാസി ഇല്ലം തഅഫു അന്നീ, എനിക്കല്ലേ എന്നെ പറ്റി അറിയാൻ കഴിയുള്ളൂ. ഈ ലോകത്ത് ഏറ്റവും താഴ്ന്ന മനുഷ്യൻ, ഏറ്റവും വലിയ പാപി സാധുവായ അബൂ ഹനീഫയാണ്. നിന്റെ റഹ്മത്തും നിന്റെ മൗഫിറത്തും എന്റെ നേരെ ചൊരിയുന്നില്ലെങ്കിൽ ഞാനാണിവിടെ ഏറ്റവും വലിയ പാപി അല്ലാഹ്. അതുകൊണ്ട് എന്റെ റഹ്മത്ത് നൽകി നീ എന്നെ രക്ഷപ്പെടുത്തുള്ളൂ റബ്ബേ എന്ന് പറഞ്ഞ ദുആ ചെയ്തൊരു മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ ഖൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. നിങ്ങൾ ചിന്തിക്കണം, മോക്രിങ്ങൾ അവിടുത്തെ വിനയമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. മൗദൂദ് സാഹിബ് പോലും ജമാഅത്ത് ഇസ്ലാമി പഴിച്ചുപോയ കക്ഷിയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ മൗദൂദ് സാഹിബ് പോലും മദ്ഹബിനെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മെമ്പർമാരുള്ള മദ്ഹബ് അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബാണ്. ഇമാം ശാഫിന്റെ മദ്ഹബ് രണ്ടാമത്തേതാണ്. അങ്ങനെ ലക്ഷക്കണക്കിലല്ല കോടിക്കണക്കിൽ അനുയായികൾ അബൂ ഹനീഫയാ പറയുന്നത്. ലശറുൽ നാസി ഇല്ലം തഅഫു അന്നീ, നീ എനിക്ക് മാപ്പ് ചെയ്യുന്നില്ലെങ്കിൽ, നിന്റെ മൗഫിറത്തും റഹ്മത്തും എന്റെ നേരെ ചൊരിയുന്നില്ലെങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവൻ ഞാനായി പോകുമല്ലോ. وعباد الرحمن يمشون على الأرض هونا. ഓഹ് പറഞ്ഞത് കേട്ടോ, നിങ്ങൾ റബ്ബിന്റെ ദാസന്മാരാരാണെന്നറിയാമോ? വളരെ വളരെ വളരെയേറെ വിനയമുള്ളവരാ. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കേണ്ട എന്നിലാണ് പാപമുള്ളത്, ഞാനാണ് പാവി, ഞാനാണ് ദോഷി, ഞാനാണ് ന്യൂനത ഉള്ളവൻ, ഞാനാണ് പോരായ്മയുള്ളവൻ, ബാക്കിയുള്ളവരൊക്കെ എത്രയോ നല്ലവരാണ് എന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഒഴിവുകൾ പോരായ്മകൾ കണ്ടുപിടിച്ച് ഭരിക്കാനല്ലാതെ നമ്മളെ കുറ്റങ്ങൾ മനസ്സിലാക്കി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ നമ്മുടെ ജീവിതത്തിന്റെ പോരായ്മകൾ മനസ്സിലാക്കി പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയല്ലാതെ മറ്റൊരാളെയും കുറ്റം പറയേണ്ട ആവശ്യം നമുക്കില്ല, മറ്റൊരാളെ ന്യൂനത തെരഞ്ഞുപിടിക്കേണ്ട ആവശ്യം നമുക്കില്ല, മറ്റൊരാളെ പോരായ്മനെ പറ്റി ആലോചിക്കേണ്ട വിഷയം നമുക്കില്ല. അതുകൊണ്ട് നമ്മുടെ കാര്യം നമ്മൾ ആലോചിക്കുക, അതാ നമുക്ക് ആവശ്യമുള്ളതൊന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് വിട്ടത് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേതൃത്വത്തിലാണ് മഹാനായ മുഹീദ്ദീൻ ജിയുടെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലി ദുആ നടത്താൻ വേണ്ടിയാണ്. ചെറിയൊരു സംഭവമല്ല. റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കും. ആ ദുആ ഇല്ലെങ്കിൽ നമ്മളെ അല്ലാഹു അവഗണിക്കുമെന്നാണ് പരിശുദ്ധൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ ദുആയിൽ പങ്കെടുക്കാൻ ഈ മഹല്ലത്തിൽ നല്ല ദർസ് നടക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, ദർസിനൊക്കെ ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾക്ക് ക്യാന്റീൻ സംവിധാനത്തിൽ ഭക്ഷണം നൽകുന്നു, കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കപ്പെടുന്നു. ഇതൊക്കെ ഈ പരിപാടിയിലൂടെ ലഭിക്കുന്ന സംഭാവനകളെ കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാൾക്ക് നാൾ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് ഉയർത്തുമാറാവട്ടെ. ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും ഇതിന്റെ പേരിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും അല്ലാത്ത നല്ല പ്രവർത്തനങ്ങളും അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. മഹാന്മാരെ ബർക്കത്തുണ്ട്, മഹാന്മാര് സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ പ്രവർത്തകന്മാരാണ്. അവർക്ക് നീ നൽകുന്ന ബർക്കത്ത് സാധുക്കളായ ഞങ്ങൾക്കും നീ നൽകണം റഹ്മാനെ. അവരെ കൂടെ സാധുക്കളായ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ റഹ്മാനെ.
ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്താന പരമ്പര അല്ലാഹുവേ ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നതാം. ആ റസൂലുള്ളാഹിനെ മുഹിബ്ബീങ്ങളെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ആ റസൂലുള്ളാഹിനെ പരലോകത്ത് വിതരണം ചെയ്യുന്ന ഹൗദുൽ കൗസർ അക്കയ്യിന്ന് വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ റഹ്മാനേ. റസൂലുള്ളാഹിനെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത സാധുക്കളാണ് ഞങ്ങൾ. പരലോകത്ത് റസൂലുള്ളാഹിനെ കാണാനുള്ള അവസരം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ആ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. രോഗികളാണ് ഞങ്ങളെ കൂട്ടത്തിൽ പലരും. ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫയാക്കണം റഹ്മാനേ. വിദേശത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് മക്കൾ, കുടുംബങ്ങൾ, ബന്ധപ്പെട്ടവർ, ദീനിന്റെ പ്രവർത്തകന്മാര് നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് കഷ്ടപ്പെടുന്നുണ്ട്. നീ അവരെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. അവരെ നീ രക്ഷപ്പെടുത്തി സലാമത്താക്കി അവരെ സന്തോഷത്തിലും റാഹത്തിലും കുടുംബത്തോടെ തിരിച്ചു വന്ന് ഒരുമിച്ചുവിടാനുള്ള അവസരം പ്രദാനം ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ ഉസ്താദന്മാര്, ശിഷ്യന്മാര്, സന്താനങ്ങളെയും ഞങ്ങളെയും ഉഹ്റവിയായ ആലിമീങ്ങൾ, മുതല്ലിമീങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ നല്ല കാര്യത്തിന് വേണ്ടി സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനെ. ബർക്കത്ത് ചൊരിയണം റഹ്മാനെ. വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു കൊടുക്കണം റഹ്മാനെ. എല്ലാ രംഗത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. എല്ലാവിധ ശർറുകളും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ആഫാത്ത് മുസീബത്തുകൾ കാക്കണം റഹ്മാനെ. അവസാനം മരണപ്പെടുമ്പോൾ പരിപൂർണ്ണ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.